അപ്പോൾ ഗൈസ് ലെറ്റ്സ് സീ മൈ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ചെറിയൊരു ഇൻട്രസ്റ്റ്. അതാണ് ഈ സാധനം. നൂലും പിന്നെ ഈ ഹുക്കുള്ള സാധനം. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും പലർക്കും. ഇതാണ് ക്രോഷ്യ ഗൈസ്. അപ്പം എനിക്കിത് അറിയില്ല കാര്യത്തിൽ, പക്ഷെ പഠിക്കണം. അപ്പം ഞാൻ പഠിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പഠിക്കാമല്ലോ. ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്ലിപ്പ് നോട്ട്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിലോട്ട്. ഈ വീഡിയോയിൽ നിന്ന് ഈ രണ്ട് സാധനം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു നൂല് വേണം. ഇത് അക്രിലിക്കാണ് കേട്ടോ. അക്രിലിക് യാണാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആണെന്നാണ് ഞാൻ കുറേ വീഡിയോയിലൊക്കെ കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു 6.0 mm ഒരു നീഡിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്കൊരു ബേസിക് സ്റ്റിച്ച് ഇടണമെങ്കിൽ, ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം സ്ലിപ്പ് നോട്ടാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഈ എൻ പോർഷനില്ലേ, ഇതിനെ നമ്മൾ പതുക്കെ വിരലിൽ ചുറ്റിയെടുക്കണം. അതെങ്ങനെയാണ് ചുറ്റുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ആദ്യം ചെയ്യുമ്പോൾ ഇത് കുറച്ച് നമുക്ക് കിട്ടാത്ത പോലെയോ നൂല് കയ്യിൽ ഒതുങ്ങാത്ത പോലെയൊക്കെ തോന്നും. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ലാസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാവും. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് ആദ്യം ക്രോസ് ചെയ്യുക. നമ്മളൊരു വട്ടം ചുറ്റുക. പിന്നെ അടുത്തൊരു സർക്കിൾ എടുക്കുമ്പം ഇത് ക്രോസ് ചെയ്തെടുത്തിട്ട് കൺഫ്യൂസിങ് ആണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ശ്രമം വിടരുത്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ആ നൂല് ഭയങ്കര ഇളകി കളിക്കാതെ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും അവിടെ. അപ്പോൾ അത് ഒരു വിരലിൽ ഹോൾഡ് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ക്രോസും അടുത്തതൊരു പാരലലാണ് കൈൻ്റെ പുറകിലോട്ട്. അപ്പോൾ ഞാൻ ഈ ഹുക്കിനെ താഴെ ഫസ്റ്റ് ത്രെഡിന് താഴെ കൂടെ ഇട്ട് ആ സെക്കൻഡ് ത്രെഡിനെ ഈ മേലത്തെ ത്രെഡിൻ്റെ അകത്ത് കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സ്ലിപ്പ് നോട്ട് റെഡി. ഈ സ്ലിപ്പ് നോട്ടിനെ ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഷോർട്ടർ ത്രെഡ്, അപ്പോൾ നമ്മൾ ചുറ്റിയെടുത്ത ആ കുഞ്ഞ് ത്രെഡ് ഉണ്ടാവും, ഒരു ലെങ്ത്ത് കുറവുള്ള ത്രെഡ്, അത് പിടിച്ചൊന്ന് ചുമ്മാ ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുക. വലിക്കുമ്പം ഇത് ഭയങ്കരമായിട്ട് ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ ടൈറ്റായി കിട്ടും നമുക്ക് സ്ലിപ്പ് നോട്ട്. ഇപ്പോൾ ആയി. ആദ്യത്തെ സംഭവം റെഡി. അടുത്തത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഈ സ്ലിപ്പ് നോട്ട് വന്നിട്ട് ഭയങ്കര ടൈറ്റ് ആവരുത്. ഒരു ചെറിയ മൂവ്മെൻറ്റ് വേണം. ഭയങ്കര പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പം ആദ്യം നമ്മൾ ഈ ത്രെഡിനൊന്ന് ഹോൾഡ് ചെയ്യണം. അപ്പം ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹോൾഡ് ചെയ്യുന്ന 3 വിധത്തിൽ നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ 3 ഹോൾഡിങ്സ് വരും. ആദ്യം നമുക്ക് ഭയങ്കര ട്രിക്കി ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് സംഭവം പിടികിട്ടും. അപ്പം 3 ഹോൾഡിങ്ങാണ് വേണ്ടത്. ഒന്ന് വന്നിട്ട് നമ്മുടെ 4 ഫിംഗറിൽ വരും. ഇനിയൊന്ന് വന്നിട്ട് നമ്മുടെ റിംഗ് ഫിംഗറും ചെറുവിരലും പിടിച്ചൊന്ന് ഹോൾഡ് ചെയ്യണം. ആ സ്റ്റാർട്ടിങ് ത്രെഡ് ആ ഏരിയ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പം ആ റിംഗ് ഫിംഗറും സ്മോൾ ഫിംഗറും വെച്ച് ഹോൾഡ് ചെയ്യുമ്പം ആ ത്രെഡിനെ കറക്റ്റായിട്ട് നമ്മളത് പിടിച്ച് വെക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ നോക്കിക്കോ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് ഇത് വെച്ച് ഇങ്ങനെ കറക്റ്റ് പിടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ അടുത്തത് എടുക്കുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് വേണം കേട്ടോ. ഭയങ്കര ടൈറ്റായിട്ട് പിടിക്കാനും പാടില്ല. ഒരു ചെറിയ മൂവ്മെൻറ്റ് വേണം ത്രെഡിന്. എന്നിട്ട് അടുത്ത ഹോളിൽ നിന്ന് എനിക്ക് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ 4 ഫിംഗറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരിക. ഇപ്പം ഞാൻ എൻ്റെ ഓരോരോ ഹോൾഡിങ്ങും ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, അത് ഒരിക്കലും അധികം ടൈറ്റ് ആവാൻ പാടില്ല. മൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഞാൻ ഇത് വെച്ചിട്ടാണ് അടുത്ത സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മൂവ്മെൻറ്റ് ഉണ്ടാവണം. അതേപോലെ സ്ലിപ്പ് നോട്ടും എപ്പോഴും ചെറുതായിട്ടൊരു ലൂസി ഫീലിൽ വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ 4 ഫിംഗറിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഹുക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് യാൺ ഓവറും ഉണ്ട്, ഒന്ന് വന്നിട്ട് യാൺ അണ്ടർന്നും ഉണ്ട്. ഈ യാൺ ഓവർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഈ സ്ലിപ്പ് നോട്ടിൻ്റെ അകത്ത് കൂടെ എടുക്കാൻ പോകുന്നത് ആ പ്രോസസ്സിൽ നൂല് മേലെ ഭാഗത്തായിരിക്കും ഈ ഹുക്കിൻ്റെ. അടുത്ത് യാൺ അണ്ടർന്ന് പറഞ്ഞു കഴിയുമ്പം ഞാൻ ഈ ഹുക്ക് എടുത്ത് വലിക്കുമ്പം ഈ നൂല് വന്നിട്ട് താഴെ ഭാഗത്തായിരിക്കും.
ഇപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഈ ഹുക്കിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചത് ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ കിട്ടും. പിന്നെ ഫസ്റ്റ് ടേക്കിൽ തന്നെ നമുക്കത് ശരിയാവണം എന്നൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്യണം. എനിക്കിത് ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ ഭയങ്കര കഷ്ടമായിരുന്നു. മീൻസ് ഇവിടെ പിടിക്കുമ്പോഴത്തേക്കും നൂല് ഇവിടെ നിന്ന് ഉരിച്ചാടുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഹുക്കിൽ നൂല് വരുന്നില്ല, ഞാൻ വലിക്കുമ്പോൾ വരുന്നില്ല, ഹുക്കിൽ നൂല് നേരെ ഹോൾഡ് ആവുന്നില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ ഹുക്കിനെ ഞാൻ നേരെ ത്രെഡിലോട്ടിട്ട് ഇത് ഞാനിപ്പം എനിക്ക് ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത് യാൺ ഓവറാണ് കേട്ടോ. യാൺ അണ്ടർ എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല സ്റ്റിച്ച് ചെയ്യുമ്പം. ഞാനിപ്പോൾ യാൺ ഓവറാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വലിക്കുന്ന സമയത്ത് നൂല് മേലെ ഭാഗത്തായിരിക്കും ഹുക്കിൻ്റെ. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇപ്പം സ്ലിപ്പ് നോട്ട് ടൈറ്റ് ആയാൽ എന്താവുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ടൈറ്റ് ആവും തോറും ഞാനിങ്ങനെ ആ ഹുക്കിലിട്ട് നൂല് വലിക്കുമ്പം എനിക്ക് അവിടെ ഒരു ചെറിയ എനിക്ക് പെട്ടെന്ന് അതിലൂടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും. എടുക്കാൻ പറ്റും, എന്നാലും ഒരു ചെറിയ ടൈറ്റ്നസ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടില്ല. അപ്പോൾ എപ്പോഴും സ്ലിപ്പ് നോട്ട് കുറച്ച് ലൂസായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു പ്രശ്നം, ഈ ഹുക്ക് നൂലിന്ന് ഊരിപ്പോരും. അപ്പോൾ അങ്ങനെ ഊരുമ്പോഴും യു ഡോണ്ട് വറി, നമുക്ക് അതിലൂടെ ഒന്നും കൂടെ ഇട്ട് പിന്നെയും ഈ പ്രോസസ്സ് പിന്നെയും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആ ഞാൻ 4 ഫിംഗറിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ത്രെഡിനെ വലിക്കും തോറും ഈ സ്ലിപ്പ് നോട്ട് ഇവിടെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലിപ്പ് നോട്ട് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോരോ സ്റ്റിച്ച് ഇടുമ്പോഴത്തേക്കും അധികം നമ്മുടെ 4 ഫിംഗറിലുള്ള ത്രെഡിനെ വല്ലാണ്ട് വലിക്കാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഒരു ട്രിക്ക് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഹുക്കിലിട്ട് അകത്ത് ആ നോട്ടിലൂടെ എടുക്കുന്ന പ്രോസസ്സ് എനിക്ക് ഈസിയായി. അപ്പോൾ ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചു തരാം അതെങ്ങനെയാണ് ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അത് മാത്രം കറക്റ്റായി ഫോളോ ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ ബേസിക് സ്റ്റിച്ചായ ചെയിൻ സ്റ്റിച്ച് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. ഭയങ്കര ടൈം എടുക്കില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ഈ സ്ലിപ്പ് നോട്ട് ഭയങ്കര ടൈറ്റ് ചെയ്യരുത്. കണ്ടില്ലേ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷേ കുറച്ച് പ്രാക്ടീസ് മതി. അപ്പോൾ ഈ നൂലിനെ ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ ആ 4 ഫിംഗറിന് നമ്മൾ അധികം വലിച്ച് ടൈറ്റ് ആക്കാതിരിക്കുക ഓരോരോ സ്റ്റിച്ച് കഴിയുമ്പോഴും. അതെപ്പോഴും ലൂസായിട്ട് വിടാൻ ശ്രമിക്കണം. പിന്നെ ഇതുപോലെ നമ്മളെപ്പോഴും നമ്മൾ ഈ ഹോൾഡ് ചെയ്തിട്ടില്ലേ, ഹുക്കിൻ്റെ അടുത്ത് ഹോൾഡ് ചെയ്തിട്ടുള്ള ഫിംഗർ എപ്പോഴും കുറച്ച് അടുത്തടുത്ത് കൊണ്ടുവരാൻ നോക്കുക. ഓരോരോ സ്റ്റിച്ച് കഴിയുമ്പോഴും നമ്മൾ ഒരു എൻഡി പിടിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നതുകൊണ്ട് നമ്മളത് കുറച്ച് അടുത്തോട്ട് പിടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. കണ്ടില്ലേ, സംഭവം സിമ്പിളാണ്. കുറേ പ്രാക്ടീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ഇത് തുടർന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ പോവാം. യാണ് വേസ്റ്റ് ആവുമൊന്നുമില്ല. നമ്മളൊരു അതിൻ്റെ ലോങ് ത്രെഡിൻ്റെ എൻഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് റിമൂവ് ആയി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് അല്ല. പ്രാക്ടീസ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുറച്ച് വൃത്തിക്ക് എനിക്ക് ആ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ നൂലും പിന്നെ നമ്മുടെ ഹുക്കും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ യാണ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഈ യാണ് ഈ ഹുക്കേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലിപ്പ് നോട്ട് ആൻഡ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് എൻ്റെ പുതിയ ചാനലാട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, സീ യു സൂൺ.